ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാം ഏവരും ശ്രദ്ധയോടെ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ യുദ്ധത്തിന്റെ പര്യവസാനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു, പ്രയാസകരമായിരുന്നു എന്ന് നാം ഏവരും മനസ്സിലാക്കി. അതിൻ്റെതായ കാരണങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അത്തരത്തിലുള്ള കാരണങ്ങൾ ആരിൽ നിന്ന് സംഭവിച്ചാലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവില്ല എന്ന വലിയ ഗുണപാഠം അതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നതും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, യുദ്ധം കഴിഞ്ഞ് ഒരുപാട് സഹാബിമാർ വഫാത്തായി, ഷഹീദുകളായി. അവരുടെ ശറഫാക്കപ്പെട്ട ആ ശരീരം ശത്രുക്കൾ അവരുടെ ദേഷ്യം തീർക്കുമാർ വികൃതമാക്കി എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് കീറി, അതുപോലെ തന്നെ അവിടുത്തെ ആന്തരികാവയവങ്ങളെ എടുത്ത് കടിച്ചു തുപ്പിക്കൊണ്ട് രോഷം തീർത്തു ശത്രുക്കൾ. പല സഹാബിമാരുടെയും ചെവിയും മൂക്കും അവയവങ്ങളും ഒക്കെ ചെത്തിയെടുത്തുകൊണ്ട് അതുകൊണ്ടൊരു മാല കോർത്ത് നൃത്തം ചവിട്ടി ശത്രുക്കൾ എന്ന് ചരിത്രം നമുക്ക് അറിയിച്ചു തരികയാണ്. അത്രയും വേദനാജനകമായ ഒരുപാട് സംഭവങ്ങൾക്ക് ഉഹദ് പോർക്കളം സാക്ഷിയാവുകയുണ്ടായി. ആ നിലക്കുള്ള ഒരുപാട് വേദനകൾ സഹിച്ച് പരാജയത്തിൻ്റെതായ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ സഹാബിമാരും നിൽക്കുമ്പോൾ ശത്രുപക്ഷത്ത് നിന്ന് വിജയഭേരി മുഴക്കിക്കൊണ്ട് പ്രതീക്ഷിക്കാത്ത നിലക്കുള്ള ഒരു അറ്റാക്കിലൂടെ മുസ്ലിമീങ്ങളിൽ ഒരുപാട് വിനാശങ്ങൾ വരുത്തി, അപകടങ്ങൾ വരുത്തി. ഞങ്ങൾ വിജയിച്ചു എന്ന നിലക്ക് വിജയഭേരി മുഴക്കിക്കൊണ്ട് ശത്രുപക്ഷത്തിന്റെ നായകൻ അബൂ സുഫിയാൻ യുദ്ധരംഗം വിടുകയാണ്. ആ യുദ്ധരംഗം വിടുന്ന നേരത്ത് അബൂ സുഫിയാൻ ചില വെല്ലുവിളികൾ നടത്തുകയാണ്. അബൂ സുഫിയാൻ മുസ്ലിം പക്ഷത്തിന്റെ മുമ്പിൽ നേർക്കുനേരെ നോക്കിയിട്ട് വിളിച്ചു ചോദിക്കുകയാണ്, രക്തം തിളപ്പിക്കുന്ന നിലക്കുള്ള ചോദ്യം. വളരെയേറെ അസ്വസ്ഥതയിലും പ്രയാസത്തിലും കഴിയുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരോട് വളരെയേറെ അവരുടെ വികാരം തിളപ്പിക്കുമാറ് വെല്ലുവിളിയുടെ സ്ഥലത്തിൽ അബൂ സുഫിയാൻ വിജയം ആഘോഷിക്കുകയാണ്. അയാളെന്ന് വിളിച്ചു ചോദിച്ചു. നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും കൂടി നിൽക്കുകയാണ് സ്വഹാബിമാര്. ആ അവസരത്തിൽ വിജയിച്ചു എന്ന വിജയപേരിയും മുഴക്കി അബൂ സുഫിയാൻ ചോദിക്കാണ്, അഫിൽ ഖൗമി മുഹമ്മദ്, എവിടെ പോയടാ മുഹമ്മദ്? എവിടെ പോയി മുഹമ്മദ്? മുഹമ്മദ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഒരു തവണയല്ല ചോദിച്ചത്, 3 തവണ ആവർത്തിച്ചു. അബൂ സുഫിയാൻ ഇങ്ങനെ ചോദിക്കാണ്, നമ്മൾ പറയില്ലേ, ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങടാ, വാ ഇങ്ങോട്ട്, ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ കാണട്ടെ എന്നിങ്ങനെ വിഷമത്തിലിരിക്കുന്ന നബിയും സ്വഹാബത്തിനെയും കൂടുതൽ വിഷമിപ്പിക്കുമാർ അബൂ സുഫിയാൻ ചോദിക്കാണ്, അഫിൽ ഖൗമി മുഹമ്മദ്, എവിടെ പോയി മുഹമ്മദ്? മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദ് ഉണ്ടോ എന്നാണ് അബൂ സുഫിയാന്റെ ചോദ്യം. സഹാബത്തിന് ഇങ്ങനെ ആവേശം തുള്ളുകയാണ് മറുപടി പറയാൻ, ഉണ്ടടാ എന്ന് പറയാൻ. ആവേശത്തോടെ സഹാബിമാർ ഒരുങ്ങുമ്പോൾ ഫനഹാഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു. അൻയുജീബുഹു, അതിനൊന്നും മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു. സുമ്മ ഖാല, രണ്ടാമത് അബൂ സുഫിയാന്റെ ചോദ്യം, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, അബൂ ഖുഹാഫന്റെ മോനുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അബൂബക്കർ ഉണ്ടോ? ഇറങ്ങ്. അബൂ ഖുഹാഫന്റെ മോനുണ്ടോ അവിടെ? കാണട്ടെ. 3 തവണ. ആ സമയത്തും സഹാബത്ത് ചാടി എഴുന്നേറ്റ് മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ തടയുന്നു. ലാ തുജീബൂഹു, മറുപടി കൊടുക്കണ്ട. അതൊക്കെ വ്യക്തിപരമാണ്, മറുപടി കൊടുക്കണ്ട, അതിനൊന്നും മറുപടി കൊടുക്കണ്ട. ഫഖാല, അപ്പൊ ധിക്കാരത്തോടെ അബൂ സുഫിയാന്റെ അടുത്ത ചോദ്യം,
അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, എവിടെടാ ഖത്താബിന്റെ മോൻ, എവിടെടാ ഉമർ? 3 തവണ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോ ചോദിച്ചിട്ട് വ്യക്തിപരമായി വെല്ലുവിളിച്ചു. ഫഖാല, ആരുമുണ്ടെന്നുള്ള അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കരുതെന്ന് പറഞ്ഞു, തടഞ്ഞു, മിണ്ടണ്ട. അപ്പോ അവൻ സ്വയം ഇങ്ങനെ പറയാണ്, പരിഹസിക്കാണ്, ഇന്ന ഹൗലായ ഖുതിലു, എല്ലാരും പണിയേങ്ങിയിരിക്കുന്നു, ഇവരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതല്ല, ഫലൗ കാനു അഹ്യാൻ, ജീവനുണ്ടെങ്കിൽ, അവർക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ലാ ജാബു എന്നിങ്ങനെ രോഷം തിളപ്പിക്കുന്ന വർത്താനം പറഞ്ഞ് അവനിങ്ങനെ ചാടി തിമിർത്ത് ആസ്വദിക്കുകയാണ്. സഹികെട്ടു. ആർക്കാ സ്വാഭാവികമായി സഹികെടുക കൂട്ടത്തിൽ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫലം യംലിക് ഉമറു നഫ്സഹു, ഇതും കൂടെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് നിയന്ത്രണം വിട്ടുപോയി, നിയന്ത്രിക്കാനായില്ല. ഫഖാല, അദ്ദേഹം ഉടനെ പറഞ്ഞു, കദബത യാ അദുവല്ലാഹ്, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, നീ കളവാണ് പറഞ്ഞത്. അബ്ഖല്ലാഹു അലൈക മാ യുഖ്സീക, നിനക്ക് നിന്യത വരുത്തുന്ന നിരക്ക് അല്ലാഹു അവരെയൊക്കെ ബാക്കിയാക്കിയിട്ടുണ്ട്. നീ നിന്യനാകും, ഈ പറഞ്ഞവരൊക്കെ ബാക്കിയാണ്. ഇന്നല്ലദീന അദത്ത ലഹ്യാഉൻ കുല്ലുഹും, നീ എണ്ണിയ 3 ആളുകളും ഇവിടെ ഹയാത്തിലുണ്ടടാ, അവര് 3 ആളും ഹയാത്തിലുണ്ട്. അല്ലാഹ് നിന്നെ നിന്ദിക്കുന്ന നിലക്ക് നിന്റെ ആഗ്രഹം നടപ്പില്ലാതെ പോകുന്നു. ഇതാ അവരെയൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്, നീ നിന്ദനാകും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, വഖദ് ബഖിയ ലക, നിനക്ക് വേണ്ടി ബാക്കി തന്നെയാണ്, മായസൂക, നിന്നെ നിന്ദിപ്പിക്കുന്ന, നിന്നെ പ്രയാസപ്പെടുത്തുന്ന ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നെഗളിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് ഇവിടുന്ന് മറുപടി പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാൻ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, യൗമുൻ ബിയൗമി ബദർ, ബദറിന് ഞങ്ങളെ തോൽപ്പിച്ചതിന് ഞങ്ങൾ പകരം വീട്ടിയിരിക്കുന്നു. ഇത് ബദറിന് പകരമാണ്, പിടിച്ചോ, ബദറിന് പകരമാണിത്, പിടിച്ചോ എന്ന് പറഞ്ഞ അബൂ സുഫിയാൻ അവിടെ നിന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ പിന്നെയും പറഞ്ഞു, വൽ ഹർബു സിജാൽ, ഇപ്പൊ യുദ്ധം സമാസമമായിട്ട് നിൽക്കാൻ. ഞങ്ങൾ ബദറിൽ തോറ്റു, നിങ്ങൾ ജയിച്ചു. ഇപ്പൊ നിങ്ങൾ ബദറിൽ തോറ്റു, ഇപ്പൊ ഞങ്ങൾ ജയിച്ചു. ഇപ്പൊ സമായിട്ട് നിൽക്കുന്നു. ഇന്നകും സതജിദൂന ഫിൽ ഖൗമി മുസ്ലിഹ, നിങ്ങൾ നിങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിൽ കുറെ ആളുകളുടെ ശരീരത്തെ വികൃതമാക്കിയത് നിങ്ങൾ കാണും. പക്ഷേ ഞാനത് കൽപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, ആളുകളുടെ രോഷം തീർത്തതാണ് എന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു. വലം തസൂനി, ആളുകളെ ചെയ്തതിന്റെ പേരിൽ എനിക്കൊരു സങ്കടം തോന്നുന്നില്ല, ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിലും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല കണ്ണും കാതും മൂക്കൊക്കെ മുറിക്കാനും വികൃതമാക്കാനും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ചെയ്തതിന്റെ പേരിൽ എനിക്ക് സങ്കടമില്ല. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലും കുറെ ആൾക്കാർ, ഇപ്പൊ 70 ആൾക്കാർ ബദറിൽ കൊല്ലപ്പെട്ടു, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ 70 കൊല്ലപ്പെട്ടു. അങ്ങനെ സമമായിട്ട് ഇപ്പൊ നമ്മൾ 2 യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും സമമായിട്ട് നിൽക്കേണ്. ആ അവസരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അല്ല, സമമാണെന്നത് നിന്റെ ധാരണയാണ്, സമമല്ല. ലാ സവാഉൻ ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാകും ഫിന്നാർ. സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തി, അബൂ സുഫിയാൻ, നിനക്ക് തെറ്റിപ്പോയി, നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ 70 പോയി, നിങ്ങൾ 70 പോയി എന്നല്ലേ? ഞങ്ങളുടെ 70 നിങ്ങളുടെ 70 സമമല്ല. ലാ ഖത്ലാനാ ലാ സവാ, അത് സമമാണെന്ന് നീ ധരിച്ചു പോകരുത്. ഖത്ലാനാ ഫിൽ ജന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ മുഴുവനും സ്വർഗ്ഗത്തിലാണ്. വഖത്ലാകും ഫിന്നാർ, നിങ്ങളുടെ കൂട്ടത്തിൽ വധിക്കപ്പെട്ടവരൊക്കെ നരകത്തിലുമാണ്, സമമാണെന്ന് നീ പറയണ്ട. ആ സമയത്ത് ഇതും കൂടി കേട്ട് അബൂ സുഫിയാൻ ഇങ്ങനെ വിറകൊള്ളേണ്, എന്നിങ്ങനെ ആവേശം കൊണ്ട് നേരത്തെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങടാ എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് കുറെ പറഞ്ഞല്ലോ. അപ്പോഴൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ടണ്ട, മറുപടി പറയണ്ട. കുറച്ചു കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ പറയാൻ തുടങ്ങി, പിന്നെ അബൂ സുഫിയാൻ ഇങ്ങനെ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി, ഹുബിൽ ജയിക്കട്ടെ, ഹുബിൽ സിന്ദാബാദ്. അവര് വിളിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹം ഹുബില്, ആ ഹുബിൽ ജയിക്കട്ടെ, ഹുബിലെ നീ ഉയരുക, നീ വളരുക എന്നിങ്ങനെ അബൂ സുഫിയാൻ പറയുന്നു, വിളിച്ചു പറയണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബിമാരോട് അഫിൽ ഖൗമി മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, മിണ്ടണ്ട. എവിടെ പോയി അബൂ ഖുഹാഫയുടെ മോൻ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മിണ്ടണ്ട. എവിടെടാ ഖത്താബിന്റെ മോൻ എന്ന് വെല്ലുവിളിച്ചപ്പോ പറഞ്ഞു, മിണ്ടണ്ട, മറുപടി പറയണ്ട. എന്നാൽ ഈ വാക്കെന്ന് കേട്ടപ്പോ ഹുബിലെ നീ ജയിച്ചു, നീ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദർശപരമായി തൗഹീദിൽ തൊട്ടുകൊണ്ട് ശബ്ദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അല്ലാ തുജീബൂ ലഹു, കൊടുക്കണം മറുപടി, കൊടുക്ക് മറുപടി. അതിനാ മറുപടി കൊടുക്കേണ്ടത്, അതിനാണ് മറുപടി കൊടുക്കേണ്ടത്. കൊടുക്കുന്നില്ലേ അവന് മറുപടി? ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ നഖൂൽ, എന്താ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, മറുപടി കൊടുക്ക്, അല്ലാഹു അഅ്ലാ വ അജൽ, ഹുബിലല്ല ഉയർന്നത്, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അല്ലാഹുവാണ് അജൽ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ. ആ മറുപടി കൊടുക്കൂ. ഖാല, ആ മറുപടി ഞാൻ കൊടുത്തു.
അവിടുന്ന് അങ്ങോട്ട് അവന്റെ അടുത്ത വാക്ക് ഇന്നലനൽ ഉസ്സാ വലാ ഉസ്സാ ലക്കും, ഞങ്ങൾക്ക് ഉസ്സാ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്, ഞങ്ങൾക്ക് ഇസ്സത്തുണ്ട്, അത് മുഖേന ഞങ്ങൾക്ക് ഇസ്സത്തുണ്ട്. വലാ ഉസ്സൻ ലക്കും, നിങ്ങൾക്ക് ഉസ്സയില്ല, നിങ്ങൾക്ക് ഉസ്സയില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തുജീബു ലഹു, അതിനും കൊടുക്ക് മറുപടി, അതിനും മറുപടി കൊടുക്ക്. സഹാബത്ത് ചോദിച്ചു മാ നഖൂലു യാ റസൂലല്ലാഹ്, മാ നഖൂൽ, എന്താ ഞങ്ങൾ പറയേണ്ടത്? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ഖൂലു, മറുപടി കൊടുക്ക അബൂ സുഫിയാൻ, അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും, അല്ലാഹ് ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, അല്ലാഹുണ്ട് ഞങ്ങളുടെ മൗലയായിട്ട്, വലാ മൗലാ ലക്കും, നിങ്ങൾക്കൊരു രക്ഷാധികാരിയും ഇല്ല. സഹീഹുൽ ബുഖാരിയിൽ 2812 നമ്പർ ഹദീസ് ആയിക്കൊണ്ട് അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണിത്. സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട്. യുദ്ധം കഴിഞ്ഞ് വിഷമിച്ചു പോകുമ്പോ, വളരെയേറെ പ്രയാസപ്പെട്ടു പോകുമ്പോ, ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ വെല്ലുവിളിയുടെ സ്വരത്തിലുണ്ടായ ശബ്ദമുണ്ടായപ്പോ, വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ച് സഹാബിമാരെ ഇളക്കിവിടാൻ ശ്രമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, മിണ്ടണ്ട, അതിന് മറുപടി കൊടുക്കണ്ട. ആദർശപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, അതുവരെ വിലക്കിയ നബി തങ്ങൾ പറഞ്ഞു, കൊടുക്ക് മറുപടി, അതിനാ മറുപടി കൊടുക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. വ്യക്തിപരമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അവഗണിക്കുക. വ്യക്തിപരമായി എന്ത് ചീത്തയും പറയട്ടെ, ഏത് നിലക്കും ഒന്ന് അവഹേളിക്കട്ടെ, ഏത് നിലക്കും പരിഹസിക്കട്ടെ, അത് അവരുമായിട്ട് കൊണ്ടുപോകട്ടെ. അതേ അവസരത്തിൽ ആദർശത്തെ തൊട്ട് കളിക്കുന്നവരോട്, ആദർശത്തെ വികലമാക്കുന്നവരോട്, ആദർശത്തിൽ മായം കലർത്തുന്നവരോട് മറുപടി കൊടുക്കാതെ അടങ്ങി പിരിഞ്ഞു പോരാൻ പാടില്ല. ഇസ്ലാമിന്റെ തത്വം അതാണ്. എവിടെ പോയി മുഹമ്മദ് എന്ന ചോദ്യത്തിന്, അബൂ ഖുഹഫയുടെ മോൻ എവിടെ എന്ന ചോദ്യത്തിന്, എവിടെ പോയി ഖത്താബിന്റെ മോൻ എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ നബി തങ്ങൾ ഉളു ഹുബൽ എന്ന് കേട്ടപ്പോ കൊടുക്ക് മറുപടി എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ആദർശ രംഗത്താണ് ശക്തമായ പോരാട്ടം നടക്കേണ്ടത്. ഇന്നതല്ല. ആദർശം കൊണ്ട് തോൽക്കും എന്ന് വന്നാൽ, ആദർശം പാപ്പരാണെന്ന് മനസ്സിലായാൽ, ആദർശ രംഗത്ത് തങ്ങളുടെ ഉള്ളുകള്ളികൾ സമൂഹം മനസ്സിലാക്കി എന്ന് തെളിഞ്ഞാൽ, തങ്ങളുടെ ഇരട്ടത്താപ്പും തങ്ങളുടേതായ നിറം മാറ്റവും തങ്ങളുടേതായ വാക്കിന് സ്ഥിരതയില്ലായ്മയും സമൂഹം മനസ്സിലാക്കി തങ്ങളെ അവർ കൈയൊഴിക്കും എന്ന് കണ്ടാൽ, പിന്നെ പ്രതിയോഗിയെ വ്യക്തിപരമായി വിമർശിച്ച്, അയാളെ പരിഹാസ പേര് വിളിച്ച്, അയാളെ സംബന്ധിച്ച് മോശമായി സമൂഹത്തിന്റെ ഇടയിൽ പറഞ്ഞു വരത്തി, ആ നിലക്ക് വൈകാരികത ഇളക്കിവിടാനാണ് പലപ്പോഴും പല ആളുകളും ശ്രമിക്കാറുള്ളത്. അവിടെയൊക്കെ ഇസ്ലാമിക പ്രബോധകന്മാരോട് ഇസ്ലാമികൾ ഇതിൽ വലിയൊരു പാഠമുണ്ട്. വ്യക്തിപരമായിട്ട് എന്തും പറയട്ടെ, പക്ഷേ ആദർശത്തെ തൊട്ട് കളിച്ചാൽ, ആദർശപരമായി പറഞ്ഞാൽ അവിടെ പിന്നെ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയൂല. അതിന് മറുപടി കൊടുക്കണം, അത് കേട്ടു പോരാൻ പാടില്ല. അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അഅ്ലാ വഅജൽ എന്ന് മറുപടി കൊടുത്തു. ലനൽ ഉസ്സാ വലാ ഉസ്സാ ലക്കും എന്ന് പറഞ്ഞപ്പോ അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ സഹാബത്തിനോട് പറയുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള ഒരു വെല്ലുവിളിയും സംസാരവും ഒക്കെ അവിടെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അബൂ സുഫിയാൻ ഒരു വാക്ക് പറഞ്ഞു, അടുത്ത കൊല്ലം ബദറിൽ വീണ്ടും കാണാം. അബൂ സുഫിയാൻ നബി തങ്ങളെ വെല്ലുവിളിക്കുകയാണ്, അടുത്ത കൊല്ലം ബദറിൽ ഞങ്ങൾ ഇനിയും വരും, പോരാട്ടത്തിന് ഒരുങ്ങിയിരുന്നു കൊള്ളുക, നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ അബൂ സുഫിയാൻ വെല്ലുവിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ശരി, നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ് എന്നും പറഞ്ഞ് ആ അബൂ സുഫിയാന്റെ വെല്ലുവിളിയും സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മടങ്ങി പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ, ആദർശ രംഗത്ത് അടിപതറാതെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ ആവുന്ന സേവനങ്ങൾ ചെയ്യാൻ എളിയവരായ നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരുടെ ജീവിത വഴിത്താരകളെ അനുധാവനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ മനസ്ഥിതിയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം അല്ലാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.